ഞങ്ങൾക്ക് ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ ക്ഷണിച്ചത്. അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി RSSന് കൂട്ടുനിൽക്കുകയാണ്, അതിന് പോലീസിനെ ഉപയോഗപ്പെടുത്തുകയാണ്. സർ, മലപ്പുറം മതമൗലികവാദികളുമായി കൂട്ടുചേർന്നുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനക്കാർ ഇന്ന് പ്രിയപ്പെട്ട ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരായി അപവാദ പ്രചരണം നടത്തി മുദ്രാവാക്യം വിളിച്ച് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ അഴിച്ചുവിട്ടത് ആരാണ്? ഈ കുട്ടിക്കൊരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് നിൽക്കുന്നത് ഈ ഇരിക്കുന്ന പ്രതിപക്ഷമാണ്, മുസ്ലിം ലീഗുകാരാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. സർ, അവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എതിരാണത്രേ. ഇന്നലെ പ്രമേയ യോഗം പറഞ്ഞു. സർ, മലപ്പുറം ജില്ല രൂപീകരിച്ചെന്ന 969 ജൂൺ 16-ാം തീയതി. അന്ന് മുഖ്യമന്ത്രി ഈ സതീശന്മാരുടെ നേതാവല്ല, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ സഖാവ് EMS നമ്പൂതിരിപ്പാടായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. അന്ന് ജനസംഘം നടത്തിയിട്ടുള്ള സമരം ഗാന്ധിയുടെ ശിഷ്യനാണെന്ന് പറയുന്ന കേളപ്പന്റെ നേതൃത്വത്തിൽ വടക്കേന്ത്യ സന്യാസിമാരെ കൂട്ടിക്കൊണ്ടുവന്ന് മലപ്പുറം തെരുവീതികൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ഊക്ക് നൽകാൻ വേണ്ടി അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് വഴിക്കടവിൽ നിന്നും ചമരവട്ടത്തു നിന്നും 2 ജാഥ പുറപ്പെട്ടു. നിരവധി ഉപജാഥകൾ, തെരുവീതികൾക്കകത്ത് പ്രസംഗങ്ങൾ. ആർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്? ഈ കോൺഗ്രസ്സുകാരല്ലേ? കോൺഗ്രസ്സുകാർ ആൾക്കാരാണ്. നിങ്ങളൊക്കെ പുതിയ രാഷ്ട്രീയക്കാരെ അവരെ സംബന്ധിച്ചിടത്തോളം ആ തെരുവീതികൾ മുഴുവൻ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിങ്ങൾ ആ ജില്ലക്കെതിരായി പറഞ്ഞു. ഇനി നിങ്ങൾ അധികം പറയണ്ട, അസംബ്ലിക്കകത്ത് രേഖകളുണ്ട്. അസംബ്ലിക്കകത്ത് രേഖകൾ സംസാരിച്ച സംബന്ധിച്ച് കരുണാകരന്റെ പ്രസംഗം അസംബ്ലിക്കകത്തുണ്ട്. 1969 ജനുവരി മാസം 9-ാമത്തെ അസംബ്ലി രേഖ എടുത്തത് പരിശോധിക്കണം. സമയക്കുറവുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല അവിടെ. സർ, അത് നോക്കിയാൽ അറിയാം. 1969 ജനുവരി മാസത്തിൽ കരുണാകരൻ പറഞ്ഞത് എന്താ? കരുണാകരൻ പറഞ്ഞത് ഒരു സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന ആക്ഷേപമുണ്ടല്ലോ. ഈ സഭയ്ക്കകത്ത് പറഞ്ഞതാണ്. മാത്രമല്ല, അതിന് സാമ്പത്തിക സഹായം എവിടെ നിന്ന് കിട്ടി എന്നാണ് കരുണാകരൻ ചോദിച്ചത് ഈ നിയമസഭയ്ക്കകത്ത്. 1965 ജനുവരി 9-ന് അന്ന് 3 പ്രസംഗങ്ങളാണ് ശ്രദ്ധേയമായത്. PS ശ്രീനിവാസന്റെ, PM അബൂബക്കറിന്റെ, കരുണാകരന്റെ. ഈ 3 പ്രസംഗങ്ങൾക്കകത്ത്, ശ്രദ്ധേയമായ പ്രസംഗങ്ങൾക്കകത്ത് PM അബൂബക്കർ പറഞ്ഞു, ഇവിടെ പ്രസംഗിക്കുന്നത് പുറത്തു നിൽക്കുന്ന ജനസംഘക്കാരന് അകത്ത് ആളില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്. മുസ്ലിം ലീഗുകാരെ പ്രസംഗിച്ചകത്ത് കാണാം നിങ്ങൾക്ക്. ഇപ്പൊ പറയാണ് വന്നിട്ട് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് വേണമെങ്കിൽ നിയമസഭയിൽ പോയി വരാം. അത് കുഴപ്പമില്ല. അവിടെ അടിയന്തര പ്രമേയ ചർച്ചയില്ലേ, ഗൗരവമായ ഒരു കാര്യമാണ് അവിടെ ചർച്ച ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.